അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ സാലിമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10-ന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് മനസ്സിലാക്കി. ഈ അവസാനത്തെ 10-ന് പ്രാധാന്യം ലഭിക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ അവസാനത്തെ 10-ലെ ഏതോ ഒരു രാവിലാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ മഹത്തായ നിർണിതമായ രാവ് നിലകൊള്ളുന്നത്. ലോകാവസാനം വരെയുള്ള മനുഷ്യരുടെ സന്മാർഗത്തിനു വേണ്ടി ഇഹലോകത്തും പരലോകത്തും അവർക്ക് സൗഭാഗ്യം ലഭിക്കുവാൻ സൗകര്യപ്രദമായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ മാസമാണ് പരിശുദ്ധ റമളാൻ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചുകൊണ്ട് അതിനെ ലൈലത്തുൽ ഖദർ എന്ന പ്രത്യേകത നൽകിക്കൊണ്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ ലൈലത്തുൽ ഖദറിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലെ 94-ാമത്തെ അധ്യായം സൂറത്തുൽ ഖദർ, ആ അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ പ്രാധാന്യത്തെ നാം വിലയിരുത്തുവാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. നിർണിതമായ ഒരു രാവ് അഥവാ മഹത്വമുള്ള ശ്രേഷ്ഠമുള്ള ഒരു രാവിലാണ് നാം ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ ഒന്നാമത്തെ ശ്രേഷ്ഠത, ഒന്നാമത്തെ പ്രത്യേകത, മനുഷ്യ സമൂഹത്തിൻ്റെ ഐഹിക പാരത്രിക വിജയത്തിനും സൗഭാഗ്യത്തിനും കാരണമാകുന്ന വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ ഇറങ്ങിയ രാത്രി എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അങ്ങേയറ്റം മഹത്വപ്പെടുത്തി എന്നുള്ളതാണ് ഒന്നാമതായി ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. രണ്ടാമത്, ഖുർആനിൻ്റെ ഒരു പ്രത്യേക ശൈലിയുണ്ട്. വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ചോദ്യരൂപേണ ശ്രോതാവിൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുവാൻ വേണ്ടി അവൻ്റെ മനസ്സ് തുറന്നു പിടിക്കുവാൻ, അവൻ്റെ കേൾവികൾ കൂർപ്പിച്ച് കേൾക്കുവാൻ, അവൻ്റെ ചിന്ത വളരെ ആഴത്തിൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുവാൻ വേണ്ടി ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ചോദ്യരൂപേണ വിഷയത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. ഖുർആൻ അവതീർണമായ ആ മഹത്തായ രാത്രിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം രണ്ടാമതായിട്ട് ചോദിക്കുന്നത്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ആ നിർണിത രാത്രിയുണ്ടല്ലോ, അതിൻ്റെ മഹത്വം എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ച് നിനക്ക് അറിയുമോ, അഥവാ നീ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ആയത്തിലൂടെ നമ്മെ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നു. മൂന്നാമതായി പറയുന്നത് ആ ഒരു രാവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. എന്താ റഹ്മാനായ റബ്ബ് പറയുന്നത്? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ളതാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. എന്ന് വെച്ചാൽ 83 വർഷവും 3 മാസവും 3 ദിവസവും, അല്ലെങ്കിൽ 83 വർഷം ചില്ലാനമാണ് 1000 മാസം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു പുരുഷായുസ് മുഴുവൻ അമലുകൾ ചെയ്താൽ ലഭിക്കുന്ന അത്രയ്ക്കും മഹത്തായ പുണ്യം
ഈ ഒരൊറ്റ രാവിൽ റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചു വച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം എന്ന് മനസ്സിലാക്കി ഈ രാവുകളെ നമ്മൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. കാരണം പൊതുവെ മനുഷ്യൻ്റെ ആയുസ്സിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70 വയസൂദു ഖലീലൻ. എൻ്റെ ഉമ്മത്തിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ 60-70 കുറച്ചെന്തെയും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ശരാശരി ഒരു മനുഷ്യൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ 70-80 തീരും. പക്ഷേ ഈ ജീവിതകാലം മുഴുവനും ഇബാദത്തുകൾ മുഴുകിയാൽ ലഭിക്കുന്ന അത്രയും പ്രതിഫലം ഈ ഒരൊറ്റ രാവിൽ റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അള്ളാഹു എന്താണ് നമ്മെ ബോധ്യപ്പെടുത്തേണ്ടത്? നാലാമതായ റഹ്മാനായ റബ്ബ് പറയുന്നത് എന്താണ്? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അന്നേ ദിവസം അള്ളാഹുവിൻ്റെ മലക്കുകൾ പടച്ചതമ്പുരാൻ്റെ മുഴുവൻ കാര്യങ്ങളുമായി കൽപ്പനകളുമായിട്ട് ഇറങ്ങി വരും. നമുക്കെല്ലാവർക്കും അറിയാം, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത് നന്മയും ബർക്കത്തും കാരുണ്യവുമൊക്കെ ഉള്ള അത് നമുക്ക് നൽകുവാനും അത് നമുക്ക് തരുവാനും വേണ്ടിയാണ് റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പന പ്രകാരം മലക്കുകൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ അന്നേ ദിവസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ രാവ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാഖകളാൽ മുഖരിതമാകുന്ന വല്ലാത്തൊരു ഈമാനികമായിട്ടുള്ള അന്തരീക്ഷമാണ് ഉള്ളത് എന്ന് റഹ്മാനായ റബ്ബ് ഈ അധ്യായത്തിലെ 4-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. മാത്രവുമല്ല സഹോദരന്മാരെ, ഇതിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ടാകുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മലക്കുകളുടെ നേതാവായ അള്ളാഹുവിൻ്റെ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൂടി ഈ രാവിൽ ഇറങ്ങി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം അള്ളാഹുവിൻ്റെ വഹി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് ഇറങ്ങി വരാറില്ല. പക്ഷേ ഈ വിശുദ്ധ ഖുർആൻ അവതീർണമായ രാത്രിയിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾ ഈ ഭൂമി ലോകത്ത് ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ, അവൻ്റെ കാരുണ്യവുമായിട്ട് ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ, സഹോദരന്മാരെ, എത്ര ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, വളരെ വളരെ ഗൗരവത്തോടുകൂടി ഉൾക്കൊണ്ട് ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ രാവിന് അതിനർഹിക്കുന്ന നിലക്കുള്ള പ്രാധാന്യം നമ്മൾ നൽകുക. അഞ്ചാമതായി ഈ അദ്ധ്യായത്തിലൂടെ സൂറത്തുൽ ഖദറിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതം വരെയും അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടാകും. കാരണം എന്തുകൊണ്ടാ? പടച്ചതമ്പുരാൻ ശിക്ഷയും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇഖാബുമൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ അടിമകൾ അവന് വഴിപ്പെട്ടുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് ദിക്ർ ചെയ്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ദാനധർമ്മം ചെയ്തുകൊണ്ട് മുഴുകുന്നത് കൊണ്ട് തന്നെ അന്നേ ദിവസം സമാധാനത്തിൻ്റെ ദിവസമാണ്, കാരുണ്യത്തിൻ്റെ ദിവസമാണ്, നന്മയുടെ ദിവസമാണ്. ഇനി ആറാമതായി നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു കാര്യം ലൈലത്തുൽ ഖദറിൻ്റെ പ്രാധാന്യവുമായിട്ട് ബന്ധപ്പെട്ട്, അതും വളരെ ഗൗരവമുള്ളതാണ് സഹോദരന്മാരെ. ഒരു അധ്യായം മുഴുവനും, സൂറത്തുൽ ഖദർ എന്ന അധ്യായം മുഴുവനും ഈ വിഷയത്തിൻ്റെ ലൈലത്തുൽ ഖദറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ, ഇത് പരിശുദ്ധ റമളാനിൽ മാത്രമല്ല, ഒരു വർഷത്തിലെ എല്ലാ ദിവസവും വിശ്വാസികളെ ലൈലത്തുൽ ഖദറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ഖിയാമത്ത് നാൾ വരെയും വിശ്വാസികൾ നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അധ്യായമായിട്ട് ഈ സൂറത്തുൽ ഖദറിനെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ, ലൈലത്തുൽ ഖദറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് റഹ്മാനായ റബ്ബ് റമളാൻ വരുന്നതിൻ്റെ 11 മാസങ്ങളിലെ ഓരോ ദിവസവും ഈ അധ്യായം പാരായണം ചെയ്യുന്ന വ്യക്തിയെ ബോധ്യപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഇതിനേക്കാൾ
എന്ത് നന്മയാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ലൈലത്തുൽ ഖദർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ആയുഷ്കാലം മുഴുവനും നഷ്ടപ്പെട്ടു പോകും. ലൈലത്തുൽ ഖദർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം തന്നെ തുലഞ്ഞു പോകുമെന്നുമൊക്കെ പണ്ഡിതന്മാർ പറയാനുള്ള കാരണവും മറ്റൊന്നുമല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ലൈലത്തുൽ ഖദറിനെ ലഭിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.